വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് പറശ്ശിനിക്കടവ്, കണ്ണൂർ. ഞാൻ ഏറ്റവും മനസ്സിൽ കൊണ്ട് നടക്കുന്നത് പത്മനാഭൻ സാറ് തന്നെ. സാറ് എപ്പോഴും പറയാറുള്ളത്, നമുക്ക് പറയാനുള്ള വിഷയം ഏറ്റവും പുതുമയോടുകൂടി പറയുക. കുറച്ച് കോമൺ സെൻസ് കൂടുതലുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഉപേക്ഷിച്ചിട്ട് പോയി മണലിടിയുക, ഹക്കീമിൻ്റെ ദേഹത്ത് വീഴുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഇതൊക്കെ റിയലാണ്. പിന്നെ അങ്ങനെ ഇപ്പം അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് ആക്ടിങ് കോഴ്സിന് കിട്ടിയിരുന്നത്. കാരണം ഞാൻ കോളേജിലൊക്കെ ബെസ്റ്റ് ആക്ടർ ആയിരുന്നല്ലോ. മനുവങ്കിൾ എന്ന് പറഞ്ഞ സിനിമ ആദ്യം ജോർജ് സാറ് ചെയ്യാനിരുന്നാണ്, ഡെന്നിസ് ജോസഫിൻ്റെ കഥ. അപ്പോൾ അത് ഷൂട്ടിങ്ങിനായിട്ട് ഞാൻ ബാഗുമായിട്ട് തിരുവനന്തപുരത്ത് പോയതാണ്. അവിടെ ചെല്ലുമ്പോഴാണ് പിറ്റേ ദിവസം നടക്കേണ്ട സിനിമ ക്യാൻസലാകുന്നത്. ഇപ്പോൾ യാൻ മാർട്ടലിൻ്റെ ഈ ലൈഫ് ഓഫ് പയ്യൊക്കെ വന്ന സമയത്ത് ഇത് അൺഫിലിമബിൾ ആണ് എന്ന് എഴുതി വെച്ചെടുത്താണ് സിനിമയാക്കാൻ ആലോചിക്കുന്നത്. ആടുജീവിതത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണല്ലോ, ഇത് ആലോചിക്കാം, പക്ഷെ സിനിമയാക്കാൻ കുറച്ച് പാടാണല്ലോ എന്നുള്ളത്. ഇപ്പം ഈ പറഞ്ഞ ഇത്രയും ഗുരുതരയിലായിട്ടുള്ള ഫിലിം മേക്കറൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് ഫാക്ടർ ഉണ്ടല്ലോ, ഒരു മുൻമാതൃക സത്യത്തിൽ ഈ ഒരു സിനിമയ്ക്ക് ഇല്ലല്ലോ ആടുജീവിതത്തിന്. അതെന്തായിരുന്നു? എനിക്ക് എപ്പോഴും ഒരു സിനിമയെ സമീപിക്കുമ്പോൾ ഞാൻ ഏറ്റവും മനസ്സിൽ കൊണ്ട് നടക്കുന്നത് പത്മനാഭൻ സാറ് തന്നെയാണ്. സാറ് എപ്പോഴും പറയാറുള്ളത്, നമുക്ക് പറയാനുള്ള വിഷയം ഏറ്റവും പുതുമയോടുകൂടി പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് തന്നെ സിനിമയുടെ ഒരു വലിയ ഗ്രാമറൊന്നും പഠിച്ച് ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെ ഒരു വലിയൊരു ടെക്നീഷ്യൻ ആകണമെന്നില്ല. പക്ഷേ അത് ഏറ്റവും ഫ്രഷായിട്ട് പറയാം. അതിന് വളരെ നിശ്ചയദാർഢ്യം ഉണ്ടാവുക എന്ന് വെച്ചാൽ കോംപ്രമൈസ് ചെയ്യാതെ തന്നെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്, അത് എല്ലാ സിനിമയ്ക്കും മുമ്പേ ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചില കാര്യങ്ങളാണ്. പക്ഷേ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേര് ഇതിലുണ്ടായിരിക്കുന്ന ഒരു റിസ്ക്, ഒരുപാട് പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ഈ ഇത്രയും കാലഘട്ടം ഇതെല്ലാം അറിയാതെ സംഭവിക്കുന്ന ഈ സിനിമ ഒരു 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ തീർക്കണമെന്ന് വിചാരിച്ച് തുടങ്ങിയൊരു സിനിമയാണ്. പക്ഷേ ഈ പ്രതിസന്ധികളുടെ മുകളിൽ ഞാനിങ്ങനെ ഒച്ചിനെ പോലെ ഇങ്ങനെ ആഞ്ഞു പിടിച്ച് ഒട്ടിക്കിടന്നത് കൊണ്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. അതിനകത്തൊരു എന്താ പറയുക, വലിയ ധൈര്യമോ ബുദ്ധിയോ ഒന്നും ഉണ്ടായിട്ടല്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് കോമൺ സെൻസ് കൂടുതലുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഉപേക്ഷിച്ചിട്ട് പോയി എന്നങ്ങനെയൊക്കെ തോന്നാറുണ്ട്. കാരണം ഇതിങ്ങനെ ഇത്ര കാലം പോകും, അതൊരു ജീവിതത്തിനെ അല്ലെങ്കിൽ എൻ്റെ കരിയറിനെ ബാധിക്കുന്നതാണ്, മാനസികമായി ശാരീരികമായി നമ്മൾ ബാധിക്കുകയാണല്ലോ എന്നൊക്കെ വിചാരിച്ചൊന്നും ഒത്തിരി ഊറ്റം കൊള്ളാതെ ഈ ഓരോ ഘട്ടത്തിനെയും അതിനെ നേരിടുവാനുള്ളൊരു ധൈര്യം, അതൊക്കെ തന്നെയാണ് ജീവിതം എന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ ഈ സിനിമ ഇങ്ങനെ ഒരുപാട് ഇത്രയധികം അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് സിനിമ ഒരു വലിയൊരു നമ്മളങ്ങനെ ഒരു വിജയമെന്നോ അല്ലെങ്കിൽ എത്തുമെന്നോ അങ്ങനെയൊന്നും അല്ലല്ലോ, ഒരു നല്ല സിനിമയായിരിക്കും എന്ന് കണ്ടെങ്കിൽ ചെയ്യുന്നതല്ലേ, അതിനെ ഇത്രയധികം ആൾക്കാർ കാണും എന്നൊന്നും വിചാരിക്കുന്നില്ല. പക്ഷെ ആ ചെയ്യുന്ന ജോലി കൃത്യമാവുക എന്നുള്ളത് എപ്പോഴും എല്ലാ സിനിമയോടും അങ്ങനെ തന്നെയാണ്. നല്ല സിനിമയും മോശം സിനിമയേ ഉള്ളൂ. മോശം സിനിമ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇല്ല, നല്ല സിനിമ തന്നെ ഉള്ളൂ. ബാക്കി അറിയാതെ നമ്മുടെ പിഴവുകൾ കൊണ്ട് മോശമാകുന്ന, ആരും മോശം സിനിമ എടുക്കാനായിട്ട് സിനിമ ചെയ്യില്ലല്ലോ. ഈ ആടുജീവിതത്തിലേക്ക് തന്നെ വരുവാണെങ്കിൽ ഇപ്പം പത്മനാഭൻ സാറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്, പത്മനാഭൻ സാറിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട കോട്ടായിട്ട് എപ്പോഴും ഉപദേശമായിട്ട് എടുക്കാറുള്ളത് ഈ സാങ്കേതിക സംവിധാനങ്ങൾ അല്ലെങ്കിൽ സാങ്കേതികമായി കിട്ടുന്ന സൗകര്യങ്ങളിലേക്ക് അധികം വിധേയപ്പെട്ട് നിൽക്കരുത്, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളതുകൂടി ആടുജീവിതത്തിൽ എനിക്കൊന്ന് ആ കാര്യം വളരെ കനപ്പെട്ട് എടുത്തിട്ടുണ്ടെന്നല്ലേ. അല്ല, ഇതിന് മൊത്തത്തിൽ ആടുജീവിതത്തിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുമ്പം ഒരുപാട് മാറ്റങ്ങളിൽ കൂടെയാണ് നമ്മൾ പോയിട്ടുള്ളത്. എന്ന് വെച്ചാൽ സിനിമ ഒരുപാട് മാറി. അതെ, ലോക സിനിമയും ഇന്ത്യൻ സിനിമയും മലയാള സിനിമയും ഒക്കെ വേറൊരു ഒരു ദൃശ്യ വിസ്മയങ്ങളിലൂടെ മാറി. അതിൻ്റെ ഒരു സ്കോപ്പാണ്. അപ്പം ഞാനത് ഇപ്പം ഭ്രമരത്തിൻ്റെ അകത്ത് വ്യത്യസ്തമായ ഒരു ടെറൈനിൽ കൂടെ ഉള്ളൊരു യാത്രയുടെ സ്കോപ്പ് ഞാൻ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ ഡെസേർട്ടിൻ്റെ ഈ വലിയ വന്യതകൾ ഏറ്റവും ഭംഗിയാക്കണം. പിന്നെ ഇതൊരു ചെറിയ സിനിമയല്ല എന്നുള്ള ബോധ്യമാകുമ്പം തന്നെ അതിനെ എങ്ങനെ ഏറ്റവും പുതിയ രീതിയിലേക്ക് നമുക്ക് എത്തണം എന്നുള്ളതിൻ്റെ ഒരു
ആലോചനയും ചിന്തയും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ കൂടെ നിൽക്കുന്ന ടീം, സുനിൽ, ക്യാമറാമാൻ റോബിൻ, അതായത് ഞങ്ങൾ ഒരു വലിയൊരു ഒരു 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 വലിയൊരു ഡിസ്കഷൻസ്, ഞങ്ങൾക്ക് സിനിമ മാത്രമേ ഉള്ളൂല്ലോ. അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി വെച്ചിട്ട് ഈ സംസാരിക്കുന്ന ഈ ഷോട്ടുകൾ എല്ലാവർക്കും കാണപ്പെടാം. കാരണം എവരിഡേ ഓരോ സീനുകളെക്കുറിച്ച് നമ്മളിങ്ങനെ അതെങ്ങനെയായിരിക്കും, അതിൻ്റെ കോമ്പോസിഷൻ എങ്ങനെയായിരിക്കണം, ഇത് വളരെ പ്രീ പ്ലാൻഡാണ്. ഇങ്ങനെ ഒരു ഷോട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഷോട്ട് ഉണ്ടാവണം, അങ്ങനെ ഒരു ഷോട്ട്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലപ്പോഴും ജെന്യൂനായിട്ട് സംഭവിക്കാൻ പറ്റത്തില്ല. അപ്പം അതവിടെ പോയി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ. അപ്പം പാമ്പിൻ്റെ ഷോട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ റിയൽ ഷോട്ടുകളാണ്, യഥാർത്ഥ പാമ്പിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊക്കെ കുറച്ച് ഒരുപാട് ഈവൻ മണലിടിയുക എന്ന് പറയുന്നത്, ആ സാൻഡ്സ്റ്റോമിൻ്റെ മണലിടിയുക, ഹക്കീമിൻ്റെ ദേഹത്ത് വീഴുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഇതൊക്കെ റിയലാണ്. ഹക്കീമിൻ്റെ സീൻ അല്ലേ? അപ്പം ഹക്കീമിൻ്റെ മുഖത്തേക്ക് കണ്ണിങ്ങനെ കിടക്കുന്ന ഇതിലൊക്കെ ഇങ്ങനെ അയാളുടെ മുഖത്തേക്ക് റിയൽ മണലടിച്ച് വീഴണം, അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പം അതിൻ്റെ പിന്നിലൊരു എന്താ മാജിക്കിലൊക്കെ ചില തന്ത്രങ്ങളുണ്ടല്ലോ, കൺകെട്ട് എന്ന് വെച്ചാൽ മാജിക്കിൽ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമുണ്ട്. ഒരു ബുദ്ധിപരമായ ഒരു സമീപനമാണ്. അത് തന്നെയാണ് അയാൾ റിയൽ ക്യാരക്ടറിൻ്റെ തന്നെ മണ്ണടിച്ച് വീഴുന്ന, പിന്നെ ഒരു മല ഇങ്ങനെ ഇടിഞ്ഞു പോകുന്ന പോലെയൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്തത്. അപ്പം അത്തരം കുറേ കാര്യങ്ങൾ പുതിയ രീതിയിൽ കൊണ്ടുവരാനായിട്ട് ഈ സിനിമയ്ക്ക് അതിനുള്ള സ്കോപ്പുണ്ട് എന്ന് പറയുന്നത്. ഇതെല്ലാം VFX ചെയ്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള ഈ VFX ചെയ്യുന്നത് നമ്മുടെ മനസ്സിൽ വരച്ചിട്ടിരിക്കുന്ന ഒരു സ്വപ്നമുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു വിഷ്വലുണ്ടല്ലോ, അത് അടുത്തൊരാളിലേക്ക് പറഞ്ഞു കൊടുക്കുക, അയാളത് കൃത്യമായി മനസ്സിലാക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ് ഏറ്റവും വലിയ പ്രയാസം. ആ ഒരു ടീം പെർഫെക്ഷൻ നമ്മൾ ആഗ്രഹിച്ച അത്രയും വന്നോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും അല്ലേ? അതെ. ഇതിൽ തന്നെ ഇപ്പം ഈ കഴുകന്റെ സീൻ പറഞ്ഞു. കഴുകന്റെ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഹൊറർ ഫിലിം, അല്ലെങ്കിൽ നമ്മൾക്കൊരു കുറച്ച് പേടിപ്പെടുത്തുന്ന രീതിയിലാണ്, നമ്മൾ കൂടി അതിൽ ട്രാപ്പായ പോലെയാണ് കാണുന്നത്. അതിൻ്റെ കാര്യത്തിൽ ബ്ലെസ്സിയേട്ടൻ തന്നെ നേരത്തെ പറഞ്ഞൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും മാനുവലി കൊറിയോഗ്രാഫി ചെയ്തതിന് ശേഷമാണ് ആനിമേറ്റേഴ്സിൻ്റെ അടുത്തേക്ക് ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ? അതെ. ഇപ്പം ഈ പുസ്തകത്തിൽ അങ്ങനെ ഒരു വൾച്ചറോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അപ്പം അത് ഡെസേർട്ടിൽ കാണാവുന്നൊരു സാധ്യതയാണ്. അപ്പം ആ സാധ്യതയാണ് നമ്മൾ അതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു അനാട്ടമി ഉണ്ട് എല്ലാത്തും നമ്മുടെ ഇതുപോലെ. അപ്പം ആ അനാട്ടമിയൊക്കെ വളരെ അതിൻ്റെ ഓരോ പോർഷനും ഭയങ്കരമായി നമ്മൾ വർക്ക് ഇത് എനിക്ക് പഠിക്കാൻ പറ്റും, പക്ഷെ അവർക്കത് പഠിക്കണമെന്നില്ല. അത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിനെല്ലാം നല്ല റെഫറൻസുകൾ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി. ഈവൻ മീനുകളാവട്ടെ, വൾച്ചറാവട്ടെ. അപ്പം മീനുകളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ടുള്ള ആൾക്കാരുടെ ഒത്തിരി ഹെൽപ്പ് നമുക്ക് നമ്മുടെ ഒരു അടുത്ത സുഹൃത്ത് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയും, പിന്നെ ഈവൻ ഈ ട്വിസ്റ്റർ എങ്ങനെ ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു സയൻസ് ഉണ്ടല്ലോ, സുവോളജിക്കാരൻ്റെ ഒരു പഠിത്തമുണ്ട്. അപ്പം അത് ഇപ്പം സാൻഡ്സ്റ്റോം ഉണ്ടാകുന്നതിന് മുമ്പ് ഇങ്ങനെ മണൽ ഇങ്ങനെ വിരിയുന്ന പോലെയൊക്കെയുള്ള സൂചന തരുന്നത്. അതെ അതെ, അത് കാതിരിക്ക് മാത്രമാണ് പിടികിട്ടുന്നത്. അതൊക്കെ അതൊന്നും VFX അല്ല, മാനുവലായിട്ട് തന്നെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, ആ ഒരു പ്ലേറ്റും കാര്യങ്ങളൊക്കെ. അപ്പം ഇത് നമ്മൾ ഈ ഇതിൻ്റെ ജോഗ്രഫി ഇത് ഫീൽഡിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഇത് എങ്ങനെയാണ് ഭൂമിയുടെ ചൂട് കൂടുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ, അതിനെ എന്ന് വെച്ചാൽ അതൊരു ശാസ്ത്രീയമായി തെറ്റാകാൻ പാടില്ലല്ലോ. ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ സിനിമയെ കൊണ്ടുവരണം. അല്ലെ, യഥാർത്ഥ ഈ പറയുന്ന മരുഭൂമി അനുഭവം ഉള്ള ഒരാൾക്ക് കണ്ടാൽ ഇതിങ്ങനെ തന്നെയാണെന്ന് തോന്നുന്ന വിധത്തിലാക്കണമല്ലോ പ്രേക്ഷകർ എന്നുള്ളത് മാത്രമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ സാഹിത്യത്തിൽ എഴുതി വെക്കാം, ഈ ഒരു തിരമാല പോലെ അല്ലെങ്കിൽ കടൽ പോലെ ആഞ്ഞടിക്കുന്ന ഇതെന്നൊക്കെ നമുക്ക് എഴുതാം. പക്ഷെങ്കിൽ അതെങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മളും
ഈ ട്വിസ്റ്റർ എങ്ങനെ ഉണ്ടാകുന്നത്, സാൻഡ്സ്റ്റോം എങ്ങനെ ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. ഈ പിന്നെ നാട്ടിലെ സീക്വൻസ് വരുമ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലൊരു പരമ്പരാഗത സ്വഭാവത്തിലാണ് അതിനെ കഥ പറച്ചിൽ ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത്. പക്ഷെ നമ്മൾ ഡെസേർട്ട്സ് സംഗതി നോക്കുകയാണെങ്കിൽ ഡെസേർട്ട് അത് ഈ നെഗറ്റീവായിട്ട് ചേർന്നതേ അല്ല, വേറെ രണ്ടായിട്ടാണ് എടുത്തേക്കുന്നത്. മറ്റേ ഒരു യാത്രയപ്പിൻ്റെ സംഗതിയുണ്ട്, ഈ പറഞ്ഞ വിവാഹത്തിൻ്റെ എലമെൻ്റ് ഉണ്ട്. എന്നാൽ പോലും അവിടെയെല്ലാം ഈ പറഞ്ഞ പിന്നീട് ഇയാൾക്ക് നഷ്ടമാകുന്ന എല്ലാ സംഗതികളുടെയും ധാരാളിത്തമാണ്. അത് വെള്ളമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും എല്ലാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിലേക്ക് അദ്ദേഹം ഈ പുള്ളി ഇനി പോയി ആട്ടിനെയും കൂടി കൊണ്ടുവരാന്ന് പറയുന്ന സമയത്ത് അവിടെ അത്രയും സമൃദ്ധമായ ഭക്ഷണമുണ്ട്. എല്ലാ സൗകര്യങ്ങളിൽ നിന്നും ഇതൊന്നും ഇല്ലാത്ത, ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത സാധനം. ഈ ഒരു കമ്പാരിസൺ ഭയങ്കര വർക്കാവുന്നതിനൊപ്പം രണ്ട് സ്ട്രക്ചറിലാണല്ലോ സിനിമ കൺസീവ് ചെയ്തത്. അതെന്തുകൊണ്ടായിരുന്നു? അത് ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കലി പോലും രണ്ട് കാര്യങ്ങൾ, 2 ക്യാമറയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്, ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അത് ബോധപൂർവമായിട്ട് ശ്രമിച്ചല്ല. നമ്മൾ 2018 തുടങ്ങിയിട്ട് 2019 കഴിഞ്ഞ് 2020 എത്തുമ്പം ഈ ക്യാമറയൊക്കെ വളരെ LF ഒക്കെ വന്നിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് മാറുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവുക. അപ്പം അതുപോലും ആ ഒരു പോർഷൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് KU മോഹനാണ് ഷൂട്ട് ചെയ്യുന്നത് ആ പോർഷൻ. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് മറ്റൊരു സുനിലിലേക്ക് മാറുമ്പോൾ ചിലരൊക്കെ വിചാരിച്ച് ഇതൊരു ജമ്പാകുമോ, അല്ലെങ്കിൽ 2 ക്യാമറാമാർ ചെയ്യുന്ന. പക്ഷെ അതൊരു കൃത്യമായി അതിനൊരു നമ്മൾ ബോധപൂർവം ആളെ ഷിഫ്റ്റ് ചെയ്ത പോലെ തോന്നും. അതായത് ശരിക്കും താടി നീണ്ടതിന് ശേഷം സുനിലും അതിനു മുമ്പ് KU ആണ് അല്ലേ? താടി നീണ്ടതിനല്ല, താടി നീണ്ടുന്നതിന് മുമ്പും അയാൾ ആദ്യം വന്നവിടെ സെറ്റിലാകുന്നിടം വരെ, ആദ്യത്തെ ദിവസങ്ങൾ വരെ മാത്രമാണ് ഉണ്ടാകുന്നത്. പിന്നീട് താടി വെച്ച് മിററിൽ വണ്ടിയുടെ മിററിൽ കാണുന്നിടം തൊട്ടുണ്ട് വരുന്ന മേജർ പോർഷൻ എന്ന് പറയുന്നത്. അല്ല ഈ കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഷോക്ക്. അതായത് ഒരേ സമയം പ്രേക്ഷകരും നജീബും ഷോക്കഡ് ആവുന്ന പോലെയാണല്ലോ കാണുന്നത്. നജീബിനെ കാണാൻ, അല്ലെങ്കിൽ നജീബ് അത് കണ്ട് എനിക്കൊന്നത് ഈ പൃഥ്വിക്ക് ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടുന്നത്, അല്ലെങ്കിൽ പൃഥ്വിയിലെ നജീബ് എന്ന ക്യാരക്ടറിന് കയ്യടി കിട്ടുന്നത് ഈ പറയുന്ന അല്ലെങ്കിൽ കാല് കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ശരീരം എന്ന് പറയുന്ന സംഗതി, അതിനും ശരിക്കും ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ? ഈ ബോഡി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അവിടെ എത്തിയത് മുതൽ ഇപ്പൊ അവസാനത്തെ വരവിൽ പ്രേക്ഷകരെ തന്നെയാണല്ലോ നോക്കുന്നത് ഈ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത്. അതെ അതെ അതെ. അല്ല അതൊരു കാരണം, അത് നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കുക എന്ന് മാത്രമല്ല, അത് ഷൂട്ട് ചെയ്യുന്നതിനും വളരെ അതിനൊരു ഓർഡർ ഉണ്ടാവണം, കാര്യങ്ങളുണ്ടാവണം. അപ്പം തന്നെ ഇതിലൊക്കെ ഇയാളുടെ ഉള്ളിലെ മുറുക്കവും മാറ്റവും വ്യത്യാസം വരുന്നുണ്ട്. അത് പലപ്പോഴും നമ്മൾ ഇത്ര അധികം നമ്മൾ സൂക്ഷ്മത അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യാതെ ചെയ്യുമ്പം പോലും നമ്മൾ രാവിലെ എടുക്കുന്നത് ഒരു സീക്വൻസ് ആണെങ്കിൽ വൈകുന്നേരം എടുക്കുന്നത് വേറൊരു സീനായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക. അപ്പം ആ വ്യത്യാസമായ ഇമോഷൻസ് ഉണ്ടല്ലോ ഒരു ദിവസത്തിൽ തന്നെ. സാധാരണ ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയും കൂടെ ഉണ്ടല്ലോ എല്ലാ കാര്യത്തിനും. അപ്പം നമ്മളത് ചാർട്ട് ചെയ്യുമ്പോഴൊക്കെ പോലും നമുക്ക് സാധാരണ, പക്ഷെങ്കിൽ നമുക്ക് ഒരു ഈവനിങ് ലൈറ്റിൽ എടുക്കേണ്ട സീൻ ആ സമയത്ത് ഒരു 3 മണി തൊട്ട് ഒരു 5:30-6 മണി വരെയുള്ള ഒരു 2-2.5 മണിക്കൂറിനുള്ളിലാണ്. ഇപ്പം പ്രത്യേകിച്ച് ഹക്കീമും നജീബും കൂടെ ആദ്യമായിട്ട് കാണുന്ന സീക്വൻസ് അതൊരു 5-6 ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ അത് ഉച്ചയ്ക്ക് ശേഷം അതായിരിക്കും പ്ലാനിങ്. രാവിലെ പക്ഷേ വേറെ എൻ്റയർലി ഡിഫറെൻ്റ് ഒരു സീക്വൻസ് ആയിരിക്കും രാവിലത്തെ മോർണിംഗ് ലൈറ്റിൽ. അപ്പം അങ്ങനെ ടെക്നിക്കൽ കാര്യങ്ങളിൽ നമുക്ക് അതിനെ റിച്ച് ആക്കാനായിട്ട് സാധിച്ചു. പക്ഷെങ്കിൽ ഇങ്ങനെ ഒരു വളരെ പ്രാക്ടിക്കലി അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ് മേക്കപ്പിലും എല്ലാത്തിലും വ്യത്യാസം വരുന്നല്ലോ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. വ്യക്തിപരമായിട്ട് നോക്കുവാണെങ്കിൽ മറ്റ് പല ഫിലിം മേക്കേഴ്സിന് വ്യത്യസ്തമായിട്ട് ഒരു 17 വർഷത്തോളം അസിസ്റ്റന്റ് ഡയറക്ടർ, സഹസംവിധായകൻ, ചീഫ് അസോസിയേറ്റ്, അങ്ങനെ ഒരു ജേണിക്ക് ശേഷം ഫസ്റ്റ് ഫിലിം ചെയ്ത ഒരാളാണ്. അതിനുശേഷം പക്ഷേ തുടർച്ചയായിട്ട് ഫിലിം ചെയ്തത്. പക്ഷേ ഇത്രയും വലിയ ഗ്യാപ്പ് പേഴ്സണലി സംഭവിക്കുമ്പോൾ ഈ സിനിമ പൂർത്തിയാകണമല്ലോ. ഉറപ്പാണ് ഈ സിനിമ സാധ്യമാക്കും എന്നുള്ളത് ആഗ്രഹമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും പ്രതികൂല സാഹചര്യം ഉണ്ടല്ലോ.
ശരിക്ക് ആസ് എ ഫിലിം മേക്കർ, റൈറ്റർ എന്ന് പറയുന്ന ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ ബ്ലെസ്സി എന്ന് പറയുന്ന ഒരാളുടെ ഒരു സർവൈവൽ എങ്ങനെയായിരുന്നു ഈ കാലഘട്ടം? എനിക്ക് തോന്നുന്നു ഇത് ഇപ്പം ഇരിക്കുന്ന ആളുകളുടെ ഇതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിരിക്കും എനിക്ക് ഈ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാറുണ്ട്. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഈ ശാന്തതയിലൊന്നും നമുക്ക് ഒരു വലിയ കാര്യങ്ങളിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പ്രയാസം. അപ്പം അങ്ങനെ ഒരു പേഴ്സണാലിറ്റിയിൽ അങ്ങനെ ഒരു വലിയൊരു വ്യത്യാസം ഇപ്പം ഏറ്റവും പരക്കെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചെന്നുള്ളൂ. കാരണം എനിക്കിത് ഞാൻ പലപ്പോഴും പറയാറുള്ള എനിക്കൊരു യുദ്ധം പോലെ തന്നെയാണ് സിനിമ. അപ്പം ഇതിന് റിസൾട്ട് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി കോംപ്രമൈസ് അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. പക്ഷേ ഈ ഞാനൊരു 18 വർഷക്കാലം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ. അപ്പോഴൊന്നും എനിക്ക് പ്രതീക്ഷയൊന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വർക്ക് ചെയ്തതൊക്കെയും വലിയ സംവിധായകരാണ്. പത്മനാഭൻ സാറിൻ്റെ കൂടെയും വേണുനാഗവള്ളി, ജയരാജ്, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ കൂടെ ചെയ്യുമ്പോൾ ലോഹിയേട്ടന്. അപ്പം ഞാൻ അതൊക്കെ എൻജോയ് ചെയ്യുമായിരുന്നു. പലപ്പോഴും നമ്മളിപ്പം പല കാര്യത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഇത് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ അവരിൽ നിന്നാണല്ലോ, അല്ലെങ്കിൽ അവരങ്ങനെ ആയിരുന്നല്ലോ, അതായിരുന്നല്ലോ ഞാൻ ആർജിച്ചെടുത്തതെന്നൊക്കെ തോന്നുന്ന ചില കാര്യങ്ങൾ എഴുത്തിലാണേലും ക്യാരക്ടേഴ്സിനെ മുകളിൽ. ഇപ്പോൾ ലോഹിയേട്ടനൊക്കെയാണെന്ന് പറഞ്ഞാൽ ലോഹിയേട്ടന് എപ്പോഴും പറയാറുണ്ട്, ഒരാളുടെ പേര് കേൾക്കുമ്പോൾ അറിയാം അയാളുടെ പേരൻസിനെ. അപ്പം എന്നുവെച്ചാൽ പേരൻസ് ആണല്ലോ ഈ പേരിടുന്നതെന്ന് പറയുന്നത്. അപ്പം സേതുമാധവൻ എന്ന് പറയുന്ന പേരിടുന്ന ആൾ വളരെ ഒരു കൃത്യമായ ചില കണിശങ്ങളും കാര്യങ്ങളും കാൽക്കുലേഷൻസും ഒക്കെയുള്ള ഒരു കുഴപ്പമില്ലാത്തൊരു അച്ഛനായോടെ എന്നുള്ളതാണ്. അപ്പം തന്നെ ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ള അറിയാൻ പറ്റും. കാരണം അതിൻ്റെ മുറ്റവും ആ കൊടിയിലുണ്ടാകുന്ന ചെടികളും കാര്യങ്ങളും ഒരു കാലഘട്ടത്തിന് മുമ്പുള്ള കാര്യമാണ്, ഇപ്പോഴത്തെ കാര്യം അല്ലെങ്കിൽ പോലും. അപ്പോൾ എന്നൊക്കെ പറയുന്ന ഒരു ഭയങ്കര ഡീറ്റെയിലിംഗ് ഉണ്ട്. അപ്പോൾ ആ ഡീറ്റെയിലിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഞാൻ അത് എൻജോയ് ചെയ്തിട്ടുള്ളതാണ്, അത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പം ഇത് ഇങ്ങനെ അതുകൊണ്ട് തന്നെ ഈ സിനിമ നമ്മളോടൊപ്പം സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശമാണ്. ഇത്രയും കാലം എന്നൊന്നും പറയുന്നത് ഈ ഭയങ്കര ബോറടിച്ചിട്ടോ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്തിട്ടോ പോയിട്ടില്ല. ഈ സിനിമയിൽ തന്നെയാണ്. അപ്പം ചില തെറ്റുകൾ തിരുത്തപ്പെടും, പുതുതായിട്ട് ചില കണ്ടെത്തലുകളുണ്ടാകും, ശ്രമങ്ങളുണ്ടാകും. മടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നടക്കത്തില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതെന്താണ് ഇത്തരം ഒരു വിധി എനിക്കിങ്ങനെ ഉണ്ടാകുന്ന നിരന്തരമായ പ്രയാസങ്ങളും പ്രശ്നങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ വളരെ ഭയങ്കര മണ്ടത്തരങ്ങൾ ചെയ്തു വയ്ക്കുക എന്നൊക്കെ തോന്നുന്നത്. ഇപ്പം ഞാൻ ആദ്യത്തെ 2018 മാർച്ചിൽ ഇവിടെ ഈ വില്ലേജ് പോർഷൻ ഷൂട്ട് ചെയ്തിട്ട് മാർച്ചിൽ തന്നെ ഞാൻ രാജസ്ഥാനിൽ പോയി ഷൂട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത ആളാണ്. 6-8 ലക്ഷം രൂപയുടെ സാധനങ്ങൾ രാജസ്ഥാനിൽ കൊണ്ട് മരുഭൂമിയിൽ ഇറക്കിയ ആളാണ്. ആടിനെയൊക്കെ കൊണ്ടുവന്നല്ലേ? ആടിനെ കൊണ്ടുവരാൻ ശ്രമിച്ചു, പക്ഷേ എനിക്ക് കൃത്യമായി അതിനുവേണ്ടി അഡ്വാൻസ് കൊടുത്തു. അപ്പം ഇങ്ങനെയൊക്കെ കുറേ ലക്ഷങ്ങൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്തിന് ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് വരെ എൻ്റെ പേരിലുണ്ട് ഈ ആടിനെ ഇറക്കാൻ വേണ്ടി ലൈസൻസ് സംഭവം. അപ്പം ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇത് എന്നുവെച്ചാൽ ഇത് നടത്തിയെടുക്കുവാനായിട്ടുള്ള ഒരു അഭിനിവേശം ഉണ്ടല്ലോ. പക്ഷെ അവിടെ പലതും പരാജയപ്പെട്ടു പോവുക. എനിക്ക് ആടുകളെ കൊണ്ടുവരാൻ എന്ന് പറയുന്നത് ഉണ്ടാകുന്ന പ്രസവകരമായ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ. അപ്പം എങ്കിൽ പോലും നമുക്ക് പിന്നീട് ഇത് ചെയ്യാതെ ജീവിക്കുക എന്ന് പറയുന്നത് പറ്റാതായി. ഞാൻ ഈ ആടുജീവിതം ഉപേക്ഷിച്ചു. അപ്പം എവിടെയൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, വാർത്തയൊക്കെ ഉപേക്ഷിച്ചു. അപ്പം അത് സ്വാഭാവികമായിട്ട് ആരാണാലും ചിലപ്പോൾ ഉപേക്ഷിച്ച് പോകുമായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് ഒത്തിരി ഈ മോഹങ്ങൾ സിനിമയോടല്ലാതെ മറ്റു വലിയ ആർഭാടങ്ങളുടെ ജീവിതം ഇല്ലാത്തത് കൊണ്ടും കൂടെ ആയിരിക്കാം എനിക്കതൊരു വലിയ പ്രയാസമൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും ഈ പ്രതീക്ഷണം ഇപ്പം നമ്മൾ പറയല്ലേ ജീവന് ഹോപ്പ് ആയിട്ട് ഇപ്പം ബ്ലെസ്സി എന്ന് പറയുന്ന ഫിലിം മേക്കർ തന്നെ കൺസീവ് ചെയ്ത പല ഫാക്ടേഴ്സും ഉണ്ട്. ഇത് വന്ന അതേ ഇടത്തേക്ക് ഇപ്പം ഈ വസ്ത്രമോ സൗകര്യം ഇല്ലെങ്കിൽ പോലും തിരിച്ചെത്താൻ പറ്റുന്ന ഒരുപാട് ഹോപ്പ് ഫാക്ടർ നജീബിലുണ്ട്. അങ്ങനെ ബ്ലെസ്സി എന്ന് പറയുന്ന ഫിലിം മേക്കറിൽ ഒരു തരത്തിലുള്ള പ്രതീക്ഷാ നഷ്ടം ഉണ്ടാവാതെ
ഇതവിടെ എത്തിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഈ കാണുന്ന സമയത്ത്, നമ്മൾ ഈ ഇരിക്കുന്ന സമയത്ത് ഇത് റിലീസ് ചെയ്തിട്ട് ഇറങ്ങിയ എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ഇത്രയും ഇത് കിട്ടുന്നു, കയ്യടി കിട്ടുന്നു, തുടർച്ചയായി ഫോണുകൾ കിട്ടുന്നു, ആ മൊമെന്റിലേക്ക് എത്തുന്ന വിധത്തിൽ ഈ പറയുന്ന ഒരു 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 പ്രചോദിത ഫാക്ടർ എന്തായിരുന്നു? ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഫോൺ കോളിൽ കേൾക്കുന്ന അപ്രീസിയേഷൻ അല്ല, ഇതൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല ഇപ്പം ഇതുവരെ. കാരണം സിനിമ എങ്ങനെയാണ് ആൾക്കാർ കാണുന്നതെന്ന് ഇപ്പോഴും ഈ 28-ാം തീയതി സിനിമ റിലീസ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഏറ്റവും വലിയ ഇമോഷൻ എന്ന് പറയുന്നത്, തമ്പുരാനെ ഇത് സിനിമയായല്ലോ, ഇത് പൂർത്തിയായല്ലോ, പൂർത്തീകരിച്ചിട്ട് ഇത് ആൾക്കാരിലേക്ക് തിയേറ്ററിലേക്ക് പ്രദർശിപ്പിക്കാൻ പറ്റിയല്ലോ. ഇതാണ് എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്ന് സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് വലിയ ആശങ്കകളുണ്ടായിരുന്നു. പിന്നീട് ഈ അടുത്ത കാലത്തായിട്ട് ഈ പ്രൊമോഷനിൽ ഞാനിപ്പോഴാണ് സിനിമയ്ക്ക് ശേഷമാണ് സംസാരിച്ചപ്പോഴും പടം ഇറങ്ങട്ടെ എന്നാണോ? അതെ അതെ. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പടം ഇറങ്ങാതെ ഇനിയും എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമെന്ന് പേടി കൊണ്ടൊന്നുമല്ല, പക്ഷേ അതാണ് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എൻ്റെ ഈ വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ ഞാനത് ഇത്രയും വർഷങ്ങളുടെ കഷ്ടപ്പാട് ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഇത് പറയുമ്പോഴാണ് ശരിക്കും ഈ ഇത്രയും വർഷം, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 2013 സിനിമ ഇറങ്ങിയിട്ട് കഴിഞ്ഞ 11 വർഷമായിട്ട് എനിക്കൊരു സിനിമ ചെയ്യാൻ പറ്റിയില്ല. ഇത് നമ്മൾ റീകോൾ ചെയ്യുന്നത് ഇങ്ങനെ മറ്റു പലരും പറയുന്നത് കേൾക്കുമ്പോഴാണ്. അപ്പോഴാണ് നമുക്ക് ഒരു ഭയവും, എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഒരുപാട് മാറ്റം വന്നു, എൻ്റെ പ്രായം മാറി, നരകൾ ബാധിച്ചു, എൻ്റെ രൂപത്തിൽ മാറ്റം ഉണ്ടായി എന്നൊക്കെ പറയുന്ന തിരിച്ചറിവിലേക്ക് ഞാൻ പോകുന്നത് ഇപ്പോഴാണ്. അപ്പം ചിലപ്പോൾ അറിയാതെ എൻ്റെ ഏകാന്തതയിൽ ഞാൻ കരയാറുണ്ട്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഒരു വലിയ ആലോചനയോടുകൂടി നടന്നതൊന്നുമല്ല, ഒരു വലിയ ബുദ്ധിപരമായ തീരുമാനങ്ങളൊന്നും അല്ല ഞാൻ ചെയ്തത്. ഇതിനോടുള്ള ഒരു അമിതമായ ഒരു ആവേശമുണ്ടല്ലോ, അതിൻ്റെ ആ ഒഴുക്കിൽ അങ്ങ് പോയെന്നുള്ളൂ. അല്ലാതെ ഒരു വലിയ കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്തെന്ന് അത് ചിലപ്പോൾ ചില മണ്ടത്തരങ്ങളായിരിക്കാം, പക്ഷേ എന്നാലും എനിക്ക് സിനിമ പൂർത്തിയാക്കണം, ഇത് ലോകത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് തന്നെ ആഗ്രഹിച്ചിരുന്നു. പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിത് മോശമായൊരു സിനിമയല്ല എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പലരുടെ മുന്നിൽ ഇത് പ്രദർശിപ്പിക്കാൻ ഞാൻ തയ്യാറാകുന്നത്. ഇതിൻ്റെ മാർക്കറ്റിങ്ങിൽ ഏറ്റവും ആദ്യം ഉദ്ദേശിച്ച് സിനിമ ഇറങ്ങുന്നതിന് 1 മാസം മുമ്പ് പലരും കാണിക്കണം, അഭിപ്രായം പറയാം. അത് കമൽ സാറിനെയൊക്കെ കാണിക്കാനുള്ള കാരണം, എനിക്ക് ആ സിനിമയെക്കുറിച്ച് അത് ആൾക്കാർ ഏത് രീതിയിൽ കാണുന്നു എടുക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പോലും എനിക്കതിന് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഒരുപാട് ആൾക്കാരുടെ ഉള്ളിലേക്ക് കയറുമെന്നൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. അതിനായിട്ട് പ്രത്യേകിച്ചത് ഞാൻ ചെയ്തിട്ടുമില്ല. ഈ പത്മരാജൻ ഭയങ്കര ഇന്ധനമായിട്ട് എപ്പോഴും പറയാറുണ്ട്. ഈ അടുത്ത് നമ്മുടെ അനന്തപത്മനാഭൻ എഴുതിയൊരു സംഗതിയും കണ്ടു, എത്രത്തോളമാണ് അച്ഛനെ കൂടെ കൊണ്ടു നടക്കുന്നത് എന്നുള്ളത്. എനിക്ക് തോന്നിയിട്ടുള്ളത്, ആദ്യമായിട്ട് പത്മരാജനെ കാണുന്നത് തിരുവല്ല ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട്, ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിൽ ചുമരിൽ ചാരി നിൽക്കുന്നിടത്താണ്. ബ്ലസ്സിയേട്ടൻ തന്നെ മാതൃഭൂമിക്ക് വേണ്ടിയിട്ട് എഴുതിയ, മാതൃഭൂമി ബുക്സിലുള്ള ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ കൂടെവിട പോലുള്ള സിനിമയിൽ കുറച്ചുകൂടി കമേഴ്ഷ്യലി കോംപ്രമൈസ് ചെയ്തോ എന്നുള്ളൊരു വിമർശനം നേരിട്ട് ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇതേ പത്മരാജന്റെ ഒരു ഡയലോഗ് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നതിനെ കുറിച്ചാണ്. ഇകഴ്ത്തലിനെയും പുകഴ്ത്തലിനെയും ഒരേ മട്ടിൽ കാണുന്ന ഒരാളാണ് എന്നുള്ളത്. ഈ ആദ്യമായിട്ട് കാണുന്ന പത്മരാജന് നിന്ന് നീണ്ട യാത്രയാണല്ലോ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകുന്നത്. എഴുത്തില്, സിനിമയുടെ ആലോചനയില്, വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്കൊന്നത് ബഹുതല സ്വാധീനമാണല്ലോ പത്മരാജൻ ഉണ്ടാക്കിയേക്കുന്നത്. ശരിക്കൊരു ഫസ്റ്റ് കൂടിക്കാഴ്ച ഏത് തരത്തിലാണ് അന്നത്തെ പ്രായത്തിലുള്ള ഒരു ബ്ലസ്സി എന്ന് പറയുന്ന ഫിലിം മേക്കറിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയത്? അത് എനിക്ക് തോന്നുന്നൊരു 82-83 കാലഘട്ടത്തിലാണ് ഈ കൂടെ ഇവിടെ കൈകൈ സിനിമയുടെ സ്ക്രിപ്റ്റ് കൂടെ ഇവിടെ കണ്ടു. കൈകൈ എന്ന് പറയുന്ന സിനിമ ചങ്ങനാശ്ശേരി അപ്സര തിയേറ്ററിൽ കാണാനായിട്ട് പോകുന്ന വഴിക്കാണ് ഈ അദ്ദേഹത്തിനെ പരിചയപ്പെടുകയും. അപ്പോൾ ആ സമയത്തൊക്കെ മനസ്സിലിങ്ങനെ ബർഗ്മാനും ക്രോസോവയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫിലിം സൊസൈറ്റിയുടെ ആള്, സാഹിത്യത്തിൽ മൊത്തം ഈ ഒരു ഇരുണ്ട ചിന്തകൾ
എന്നൊക്കെ അല്ലെ വിപ്ലവ ചിന്തകളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണല്ലോ. അപ്പം ഇദ്ദേഹത്തിന് വളരെ ഒരിടത്തൊരു ഫയൽമാൻ ഭയങ്കര പ്രിയപ്പെട്ട സിനിമ, കള്ളം പവിത്രം ഭയങ്കര പ്രിയപ്പെട്ട സിനിമ, അതിൽ നിന്നാണ് വേറൊരു ട്രാക്ക് സിനിമകൾ വരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പം ഒരു വളരെ നിശിതമായി അല്ലെങ്കിൽ ക്രൂരമായി വിമർശിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ സാർ ഇത് ഓർത്ത് വെച്ചിരുന്നത് അത് നീയായിരുന്നോ എന്നെടുത്ത് പിന്നീട് ചോദിച്ചിട്ടുണ്ട്. അല്ല, നമ്മൾ ഈ ബസ് സ്റ്റോപ്പിൽ കാണുമ്പോഴാണ് ഇത് സംസാരിക്കുന്നത്. പിന്നീട് ഞാൻ 86 നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പുകൾ തുടങ്ങുന്നത്. ആ സിനിമയിലേക്ക് ഞാൻ രാഗം മൂവീസ് തിരുവല്ലയിലുള്ള മണിമല്യത്ത് രാജ്യമല്യത്ത് ടീമിൻ്റെ സിനിമയാണ്. അപ്പോൾ അവർക്കും സാറിനോട് എനിക്കൊരു അസിസ്റ്റൻ്റ് ഡയറക്ടർ ആകാനായിട്ട് ഞാൻ ഈ ഫിലിം സൊസൈറ്റികളിലൊക്കെ എഴുതി എനിക്കതിലേക്ക് എത്താൻ പറ്റുന്നില്ല. ചിലയിടത്ത് ഇൻ്റർവ്യൂവിന് പോകുന്നു, അവിടെ അഭിനയിക്കാൻ ചാൻസ് തരുന്നു എന്നൊക്കെ പറയുന്നത് പോലെയുള്ള അവസ്ഥകളിൽ കൂടെ കടന്നു പോവുകയാണ്. അപ്പം ഞാൻ ഈ ഫിലിം സൊസൈറ്റിയുടെ ആളായതുകൊണ്ട് എനിക്കതൊക്കെ അത്ര കുറഞ്ഞ പരിപാടികളായിട്ട് തോന്നുന്നൊരവസ്ഥ. അഭിനയം ബുദ്ധിജീവിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതെ അതെ, അഭിനയം അങ്ങനെ ഇപ്പം അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് ആക്ടിങ് കോഴ്സിന് കിട്ടിയിരുന്നത്. കാരണം ഞാൻ കോളേജിലൊക്കെ ബെസ്റ്റ് ആക്ടർ ആയിരുന്നല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അഭിനയം അങ്ങനെ പഠിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുന്ന തലത്തിലാണ് ഞാൻ അന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നത്. എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ ജോൺസൺ മാഷുമൊക്കെ ആയിട്ട് ചേർന്ന് അതിൻ്റെ ഒരു കമ്പോസിങ് പാംഗുരു ഹോട്ടലിൽ നടക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ നമുക്ക് വാർക്കാൻ്റെ അപ്പം നമുക്ക് വാർക്കാൻ ബന്ധപ്പെട്ടപ്പോൾ. അപ്പോൾ അവിടെ ഒരു വൈകുന്നേരം എനിക്ക് PA ലത്തീഫ് ഖയുമായിട്ട് എനിക്ക് കുറച്ച് സംസാരിക്കാനായിട്ട് ഇട വന്നു. അപ്പം ഞാൻ സാറിനെ കാണുന്നേ ഇല്ല, അദ്ദേഹത്തിനെ കാണാൻ അവസരവും കിട്ടുന്നില്ല. പക്ഷെ അവിടെ ആ ഹോട്ടലിൽ എവിടെയോ ഉണ്ടെന്ന് മാത്രം അറിയാം. അപ്പോൾ ലത്തീഫ് ഖയുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അന്ന് ഒരു വളരെ ജോർജ് സാറിൻ്റെ, അരവിന്ദ് സാറിൻ്റെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സിനിമകളുടെ ഒക്കെ പ്രൊഡക്ഷൻ വർക്ക് ചെയ്യുന്ന ഒരാളും കൂടെ ആയിരുന്നു ലത്തീഫ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിച്ച് എൻ്റെ ഈ ഭണ്ഡാരം ഞാൻ അങ്ങ് തുറന്നു. ഈ ഫിലിം സൊസൈറ്റിയുടെ ഈ കൊറോസയും ബെർഗ്മാനും ഐസൻസ്റ്റീനും ഒക്കെ. അപ്പം ഈ ഇദ്ദേഹം ഞെട്ടിപ്പോയി. ഈ പയ്യൻ ഒരു വളരെ ചെറിയ പയ്യനല്ലേ, 22-23 വയസ്സ്. അപ്പോൾ ഈ പയ്യൻ ഇത്രയും ഈ സിനിമയെ ഇങ്ങനെ പഠിച്ചിരിക്കുന്നു എന്നുള്ളൊരു ഇത്. അങ്ങനെ അദ്ദേഹം ആണ് പറയുന്ന ഒരു സിനിമ അവന് ചാൻസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഓഫ് കോഴ്സ് ടാഗ് മൂവീസിൻ്റെ റെക്കമെൻഡേഷനോ അങ്ങനെയാണ് സാറിലേക്ക് എത്തുന്നത്. പിന്നെ 7 സിനിമകൾ പിന്നെ തൂവാനത്തുമ്പികൾ ചെയ്യുന്നു അല്ലേ, അവരൻ, ജയറാമിൻ്റെ ഒക്കെ ആദ്യ സിനിമയിലൊക്കെ നമ്മൾ അസിസ്റ്റൻ്റ് ആയിട്ടുണ്ട്. ശരിക്കും ഈ ഇപ്പം ലോഹിത് സാർ അങ്ങനെ ജയരാജ് എല്ലാവരുടെയും കൂടെ നിൽക്കുന്ന സമയത്തും പക്ഷെ പത്മരാജൻ സ്കൂൾ എന്നുള്ളത് എൻറ്റയർലി വേറൊരു സംഗതിയല്ലേ. ഈ ഞാൻ എഴുത്തിലും ജീവിതത്തിൽ അങ്ങനെ ഞാൻ അത് നസീട്ടൻ തന്നെ അതിൽ എഴുതിയിട്ടുണ്ട്. ഉപ്പാപ്പൻ മരിച്ച സമയത്ത് മടിയിലേക്ക് കടത്തിയാണ് ആശ്വസിപ്പിക്കുന്നത്. അതൊരു പേഴ്സണൽ ബോണ്ടിങ് തന്നെയാണല്ലോ പത്മരാജൻ അല്ലേ. അതെ 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 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശരിക്കും ഒരു ഗുരുവിൻ്റെ എല്ലാ തികവോടും കൂടി ഞാൻ എല്ലായിടത്തും പറയാൻ ആഗ്രഹിക്കുന്ന, ഞാനെന്നാൽ അത് പറഞ്ഞതും മോശമാക്കുക, ഈശ്വരനും അച്ഛനും അമ്മയും അതേ സ്ഥാനത്ത് തന്നെ പത്മനാഭ സാർ എനിക്ക്. അപ്പം അതൊരു വലിയ എനിക്കൊരു ബലവും വിശ്വാസവും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ അത് ഞാൻ ഇപ്പം പ്രണയത്തിലൊക്കെ അനുഭവം കണ്ടെടുത്ത നമ്മൾക്ക് ഒരു മോശമായ കാര്യം അല്ലെങ്കിൽ ഒരു തെറ്റാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഒമിറ്റ് ചെയ്യാൻ വരുന്ന പോലെ തോന്നും. എന്തോ പ്രയാസം ഉണ്ടാകും. ഞാൻ ഓക്കെ പറയത്തില്ല ഷോട്ട്. എത്രയോ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അത് ഇതാണ് ഗുരുത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമയ്ക്കകത്ത് തന്നെ പല പ്രാവശ്യവും ഞാൻ പറഞ്ഞു, ഇതുണ്ട് ഇപ്പോഴാണ് നമ്മൾ കറക്റ്റ് സാധനം, ഇതാണ് ഇതിലേക്ക് എത്തിക്കുന്നതാണ് ഗുരുത്വം എന്ന് പറയാത്ത ഒരു സിനിമ എനിക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പം അനുപം ഖേറും അച്യുതമേനോനും ഗ്രേസും കൂടെ ലിഫ്റ്റിൽ ആദ്യമായിട്ട് കാണുന്ന സീൻ ഷൂട്ട് ചെയ്യുക. അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഇവർ പെട്ടെന്ന് പരസ്പരം തിരിച്ചറിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഡയലോഗും അപ്പോൾ അവിടെ ആ ഡയലോഗുകൾ കൊണ്ട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുക. അത് 3-4 ടേക്ക് എടുത്തു, പക്ഷേങ്കിൽ ശരിയായില്ല. പിന്നെ അപ്പം ഞാൻ പറഞ്ഞു, ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ബ്രേക്ക് എടുക്കാം, കാരണം എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന്. ഞാൻ മാറി തനിച്ചിരുന്നു. അത് കൃത്യമായി എനിക്ക് തിരുത്തി
അന്നേരം ഭയങ്കര അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു സീനേ അല്ല, സീൻ അങ്ങ് പെട്ടെന്ന് അങ്ങ് മാറി. ഞാൻ അന്നേരം പറഞ്ഞു ഇപ്പോൾ അത് വർക്കായി, ഇതാണ് ഗുരുത്വം എന്ന് വെച്ചാൽ ഈ തെറ്റെന്നെ കൊണ്ട് ചെയ്യിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പം ഈ നമ്മളെപ്പോഴും പറയുന്ന തെറ്റുകളെ കാണിച്ചു തരണേ തമ്പുരാനെ എന്നാണ് പറയുന്നത്. ശരിയെക്കാട്ടും കൂടുതൽ തെറ്റ് തിരിച്ചറിയുക എന്നുള്ളതാണ്. അതാണ് എനിക്ക് എപ്പോഴും ഗുരുത്വമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നത്. ജോർജ് സാറും ആ രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് അല്ലേ? കാരണം ഞാൻ നോക്കുന്ന സമയത്ത്, ഞാൻ അന്ന് ആ പ്രോഗ്രാമിന്റെ കാര്യം പറയാൻ കാരണം വെച്ചാൽ അന്ന് ജോസ് സാറിനെ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ഫിലിം സ്കൂളിൽ ഒരു ഒപ്പിട്ട് വരേണ്ട കാര്യം വന്നപ്പോൾ ജോസ് സാറിൻ്റെ അടുത്ത് വന്നു. കോലങ്ങളുടെ സിനിമാ പെട്ടിയായിട്ട് തിരുവല്ല ബസ് സ്റ്റാൻഡിലേക്ക് വന്ന കാര്യമൊക്കെ പറയുന്നത് ഭയങ്കര രസകരമായിട്ട് ഒരു ബോണ്ടിങ്ങിന്. എനിക്ക് തോന്നുന്നു മെസ്സിയേട്ടൻ്റെ തന്മാത്ര ഇറങ്ങിയതിന് ശേഷമുള്ള സമയത്തുള്ള ഞവരക്കിലെ പ്രോഗ്രാമാണെന്ന് തോന്നുന്നു അല്ലേ? ജോസ് സാറും ആ രീതിയിൽ വലിയ ജോർജ് സാർ എന്ന് വെച്ചാൽ ജോർജ് സാർ എന്ന് പറയുന്ന ഒരാളാണ് എനിക്കൊരു ഫിലിം മേക്കർ ആകണോ എന്നുള്ള ആഗ്രഹം എൻ്റെ ചെറിയ പ്രായം തൊട്ട് എനിക്ക് മനസ്സിൽ കൊണ്ടുവരുന്നതെന്ന് കാരണം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഫിലിം സൊസൈറ്റിയിലേക്ക് ഒരാൾ പോകുന്നു. സ്വപ്നാടനം എന്ന് പറയുന്നൊരു ഒരു അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിനിമ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. ജോർജ് സാറിൻ്റെ കൂടെ തന്നെ അസിസ്റ്റൻ്റ് ആകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് മൊത്തം നടന്നിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അതിനൊരു അവസരം ഞാൻ മനുവങ്കിൾ എന്ന് പറഞ്ഞ സിനിമ ആദ്യം ജോർജ് സാറ് ചെയ്യാനിരുന്നതാണ്, ഡെന്നിസ് ജോസഫിൻ്റെ കഥ. അപ്പോൾ അത് ഷൂട്ടിങ്ങിനായിട്ട് ഞാൻ ബാഗുമായിട്ട് തിരുവനന്തപുരത്ത് പോയതാണ്. അവിടെ ചെല്ലുമ്പോഴാണ് പിറ്റേ ദിവസം നടക്കേണ്ട സിനിമ ക്യാൻസലാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അദ്ദേഹത്തിനോട് ശരിക്കും ആദ്യം അസിസ്റ്റ് ചെയ്യാൻ ഇരുന്നത് കെ ജോസ് സാറിന് തന്നെയല്ലേ? അതെ. നമുക്ക് തലേന്ന് കിടക്കുമ്പോൾ നമുക്കൊന്നും അറിയത്തില്ല. നേരത്തെ ഞാൻ കിടക്കും സാധാരണ, പ്രത്യേകിച്ച് എഴുതുമ്പോഴൊക്കെ ഒരു 9-9:30 10 മണിക്ക് അപ്പുറം 10 മണിയൊന്നും കാണാറില്ല സാധാരണ. നേരത്തെ ഉറങ്ങും. നേരത്തെ ഉറങ്ങും. പക്ഷെ വളരെ മുമ്പേ വളരെ നേരത്തെ വളരെ നേരം 3 മണി 4 മണി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ എഴുന്നേക്കും. എഴുതുന്നതും ആ സമയത്ത്. അപ്പം അവിടെ നമുക്ക് ഇതെല്ലാം വന്ന് ഭവിക്കും, വന്ന് ചേരും. അത്രയും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും.